ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിലും തകർന്നും പൊടിഞ്ഞും നുറുങ്ങിയും മുൻപോട്ട് ഒരു വഴിയും കാണാതെ കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ആ ഒരു ഘട്ടത്തിലൂടെ പലപ്പോഴും നാം കടന്നു പോയിട്ടുണ്ട്. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് ഒരു ഹോപ്പുമില്ല, ഒരു വഴിയും തുറക്കപ്പെടാതെ ചുറ്റും നിന്ന് ഒരു വാക്കുകൊണ്ട് പോലും ആശ്വാസം പറയാൻ ഒരു വ്യക്തി പോലുമില്ലാതെ തളർന്നിരിക്കുന്ന, പലപ്പോഴും നമ്മളുടെ അവസ്ഥകളും നമ്മളുടെ നിരപരാധിത്വം പോലും മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പോലും തോന്നിപ്പോകുന്ന സാഹചര്യത്തിൽ ഞാൻ കേട്ട വാക്തത്വം എനിക്ക് പ്രാപിക്കാൻ കഴിയുമോ? ഇനി എനിക്കൊരു നല്ല ലൈഫ് ഉണ്ടാകുമോ? എനിക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകുമോ? എനിക്കൊരു നല്ല ജോലി കിട്ടുമോ? എൻ്റെ ലക്ഷ്യത്തിനകത്ത് എനിക്ക് എത്തപ്പെടാൻ കഴിയുമോ? എനിക്കൊരു നല്ല ഫാമിലി ലൈഫ് കിട്ടുമോ? ഞാൻ കണ്ട, ഞാൻ ആഗ്രഹിച്ച, ഞാൻ കേട്ട ആ ദൈവിക ശബ്ദത്തിലേക്ക്, ആ ശുശ്രൂഷയിലേക്ക് എനിക്ക് എത്തപ്പെടാൻ കഴിയുമോ? എനിക്ക് ആ നന്മയെ പ്രാപിച്ചെടുക്കാൻ കഴിയുമോ? എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ അക്സെപ്റ്റ് ചെയ്യുവാൻ, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ലെന്ന് പറഞ്ഞ് പലപ്പോഴും തകർന്ന് പൊടിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ഒരു മുറിക്കകത്ത് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ, ഉള്ളിലുള്ള സങ്കടത്തെ പുറത്ത് കാണിക്കാൻ പോലും കഴിയാതെ, പൊട്ടിക്കരയാൻ പോലും പലപ്പോഴും കഴിയാതെ വണ്ണം മറ്റുള്ളവരെ ഫേസ് ചെയ്യാനോ സന്തോഷമായൊരു വാക്കു പറയാനോ കഴിയാതെ പലപ്പോഴും പുറമേ ചിരിക്കുമ്പോഴും ഉള്ളു കിടന്ന് പിടയുന്ന അവസ്ഥയിലൂടെയാണ് നീ കടന്നു പോകുന്നത്. ദൈവം എന്നോട് പറഞ്ഞ വാക്തത്വങ്ങളെ എനിക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുമായി ഹൃദയത്തിനകത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വേദനയോടെ, ശൂന്യതയും വേദനയും കഷ്ടതയും ഒക്കെ കണ്ട് തളർന്നിരിക്കുന്ന ഓരോ വ്യക്തിയോടും പരിശുദ്ധാത്മാവ് പറയാ, നിന്റെ ജീവിതത്തിനകത്തെ ശൂന്യതയ്ക്കകത്തെ നിറയ്ക്കുവാൻ, ശൂന്യതയെ മാറ്റുവാൻ, നിന്റെ മേലുള്ള വാക്തത്തെ നിവർത്തീകരിക്കുവാൻ, നിനക്ക് നല്ല ഭാവി തരുവാൻ, നിന്നെ മാനിക്കുവാൻ, പ്രതീക്ഷയ്ക്ക് ഭംഗം വന്ന ഇടത്ത് എൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാൻ, നീ അനുഗ്രഹിക്കപ്പെടുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. ഏറ്റവും ഉണങ്ങിയ അസ്ഥിയ യെഹെസ്കേൽ പ്രവാചകനെ അതിൻ്റെ നടുവിൽ കൂടി യഹോവ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. എന്നിട്ട് യെഹെസ്കേലിനോട് ചോദിച്ചു, യെഹെസ്കേലേ, ഇത് ജീവിക്കുമോ? ഇതിന് ജീവൻ വയ്ക്കുമോ? ഇത് ഏറ്റവും ഉണങ്ങിയ അസ്ഥിയ. അസ്ഥി കൂമ്പാരത്തിനകത്ത് നിന്ന് ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അതിനെ നോക്കിയ യെഹെസ്കേൽ മാനുഷ്യ നിലയിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. പക്ഷെ യെഹെസ്കേൽ പറഞ്ഞു, യഹോവേ കർത്താവേ, നീ അറിയുന്നു. ഇന്ന് നമ്മുടെ വിഷയങ്ങളെ നോക്കി പറ, അപ്പാ എനിക്കറിയത്തില്ല, എന്നെ കൊണ്ട് ഇത് തീർത്തെടുക്കാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് നേടിയെടുക്കാൻ കഴിയത്തില്ല, എനിക്ക് ഒറ്റയ്ക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പാ കർത്താവേ, നീ അറിയുന്നു, നീ സകലതും അറിയുന്നു. നീ എൻ്റെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പ് പോലും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാ. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയെ, എൻ്റെ വേദനയെ, എൻ്റെ നെടുവീർപ്പിനെ തിരിച്ചറിയുന്ന, വായിച്ചറിയുന്ന ഒരു നല്ല അപ്പന. അപ്പാ നീ അറിയുന്നു, എൻ്റെ ഭാവി നീ നിർണയിച്ചിരിക്കുക. യെഹെസ്കേൽ 37 അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ യെഹെസ്കേലിനോട് ദൈവം പറയുക, നീ പ്രവചിക്ക്, നീ ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന അസ്ഥിയെ നോക്കി നീ പ്രവചിക്ക്. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് നീ പ്രവചിക്ക്. ഇത് വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് മറ്റൊരു തലത്തില് ഇവിടെ പഴയ നിയമത്തിനകത്ത് യഹോവയെ കർത്താവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യെഹെസ്കേലിനോട് പ്രവചിക്കാൻ ദൈവം പറയുമ്പോൾ
പുതിയ നിയമത്തിനകത്ത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിനകത്തെ അധികാരത്തെ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കാനുള്ള അധികാരം ദൈവം നമ്മൾക്ക് തന്നിരിക്കുക. യേശുവിൻ്റെ നാമത്തിനകത്ത് ഒരധികാരമുണ്ട്. എഹെസ്കേൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു, എഹെസ്കേൽ യഹോവയെ കർത്താവ് പറഞ്ഞതനുസരിച്ച് അതിനെ നോക്കി കൽപ്പിച്ചു. കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു, അതിന് ശ്വാസം വന്നു, അതിന് ത്വക്കും മാംസവും ഒക്കെ വന്നു. അതൊരു വൻ സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ഇസ്രായേൽ മക്കളെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് വാക്യങ്ങളിൽ 10-ാം വാക്യത്തിൽ, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളിച്ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങൾക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിനും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നോക്കി നാം പറയാറുണ്ട്, എനിക്ക് പ്രതീക്ഷയില്ല, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ആ നന്മ പ്രാപിക്കും, ഞാൻ ആ വാഗ്ദത്തം പ്രാപിക്കും. നമ്മുടെ സാഹചര്യത്തെ നോക്കിയാ നാം പലപ്പോഴും അത് പറയുന്നത്. എന്നെക്കൊണ്ട് കഴിയത്തില്ല, എൻ്റെ കരത്തിൽ ഒന്നുമില്ല, എനിക്കതിനെ നേടിയെടുക്കാൻ കഴിയത്തില്ല. പക്ഷേ ദൈവാത്മാവ് പറയുക, ദൈവം നിന്നോട് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശവക്കുഴിക്കകത്ത് കിടക്കുന്ന അവസ്ഥയാണെങ്കിലും, ഏറ്റവും നാറ്റം വെച്ച, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത, ഏറ്റവും ഉണങ്ങിയ, പൊടിഞ്ഞ, അതിനെ ജോയിൻ ചെയ്ത് ജീവനുള്ള ഒന്നായി മാറ്റുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കകത്ത് കിടക്കുന്ന അസ്ഥിക്കൂമ്പാരമാണെങ്കിലും നീ അതിനെ നോക്കി കൽപ്പിക്ക്. അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. അത് എഴുന്നേൽക്കും. ദൈവമഹത്വം അതിനകത്ത് ചലിക്കും. ദൈവശക്തി അതിനകത്ത് വ്യാപരിക്കും. ചില മണ്ഡലത്തിനകത്ത് പ്രതീക്ഷ അറ്റവരായി ജീവിതത്തെ നോക്കി, ഇനി ഒരു ലൈഫ് എനിക്കില്ല, നല്ലൊരു ഫ്യൂച്ചർ ഇല്ല, വാഗ്ദത്തം പ്രാപിക്കത്തില്ല, എൻ്റെ കരം ശൂന്യമാ എന്ന് പറഞ്ഞിരിക്കുന്ന നേരത്ത്, പ്രതീക്ഷ അറ്റ അവസ്ഥയെ നോക്കി നീ കൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അതിനുമേൽ ദൈവശക്തി വ്യാപരിക്കും. ഈ വചനത്തിൻ്റെ ശക്തി അതിനുമേൽ വ്യാപരിക്കും. വചനം ദൈവശ്വാസീയമാണ്. വചനം പറഞ്ഞ് അധികാരത്തോടെ ചിലതിനെ നോക്കി കൽപ്പിക്കാൻ, യേശുവിൻ്റെ നാമത്തിൽ ചിലതിനെ നോക്കി അധികാരത്തോടെ കൽപ്പിക്കാൻ നീ തയ്യാറാകുമ്പോൾ, നിന്റെ മുൻപിലുള്ള മല പോലെ നിൽക്കുന്ന പ്രതിസന്ധി, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത, ഏറ്റവും ഉണങ്ങിയ, ശവക്കുഴിക്ക് തുല്യമായ, നാറ്റം വെച്ച അവസ്ഥയ്ക്കകത്തുനിന്നും നീ പുറത്തു വരാൻ പോകുക. നീ ആ നന്മ പ്രാപിക്കാൻ, നീ ആ അനുഗ്രഹത്തിനകത്ത് എത്തപ്പെടുവാൻ, നീ ആ വാഗ്ദത്തത്തിനകത്ത് എത്തപ്പെടുവാൻ പോകുക. വലിയൊരു ദൈവിക മഹത്വം എൻ്റെയും നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. എഴുന്നേൽക്കുക. എഹെസ്കേൽ 33:22 ലാസ്റ്റ് ഭാഗത്തിൽ ഇങ്ങനെ കാണുന്നു, യഹോവ എൻ്റെ വായ് തുറന്നിരുന്നു, അങ്ങനെ എൻ്റെ വായ് തുറന്നതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതെയിരുന്നില്ല. പലപ്പോഴും ശത്രു നമ്മുടെ നാവിനെ അടയ്ക്കാൻ ശ്രമിക്കും. നാം ഒരു വചനം പറയുമ്പോൾ, നാം ഒന്ന് നന്നായി വരുമ്പോൾ, നാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നമ്മളുടെ മനസ്സിനെ തളർത്തുന്ന നിലവാരത്തിൽ ശത്രു പല നിലയിൽ പ്രവർത്തിക്കും. അത് കണ്ട് നീ മൗനമായിരിക്കാനല്ല, അതിനെ പ്രാർത്ഥന കൊണ്ട് അതിജീവിച്ച് ഒരു പടി കൂടെ വളരുവാൻ തയ്യാറാകുമ്പോൾ, ധരത്തിൽ നിന്നെ ഏൽപ്പിച്ച്
നീ നാവ് തുറക്കാൻ തയ്യാറാകുമ്പോൾ ദൈവിക മഹത്വം, ദൈവിക വിടുതൽ, ദൈവിക ദൂതുകൾ നിന്റെ നാവിനകത്തൂടെ ദൈവം പുറത്തു കൊണ്ടുവരും. നിന്റെ നാവിനെ ദൈവത്തിൻ്റെ നാവാക്കി ദൈവം മാറ്റും. നിന്നെ യൂസ് ചെയ്യും. ഈ കാലഘട്ടത്തിലെ ഒരു മൂർച്ചയുള്ള ആയുധമായി ദൈവം നമ്മെ മാറ്റും. ദൈവത്തിന് പദ്ധതിയുണ്ട്. ശൂന്യതയും പ്രതീക്ഷ അറ്റ അവസ്ഥയൊക്കെ കണ്ട് ഭാരപ്പെട്ട് നെടുവീർപ്പിട്ട് തകർന്നിരിക്കാതെ പ്രാർത്ഥന മുറിക്കകത്തു പോയി മുട്ടുമടക്കി അധികാരത്തോടെ കൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഉണങ്ങിയ അസ്ഥികൾ വൻ സൈന്യമായി എഴുന്നേൽക്കും. അതിന് ജീവൻ വയ്ക്കും. മാനുഷ്യ നിലയിലെ ചിന്തയ്ക്കകത്ത് നീ ഒതുങ്ങാനല്ല, ആത്മീയ മണ്ഡലത്തിനകത്തേക്ക് ഇറങ്ങി ചിന്തിക്ക്. ആത്മീയ തലത്തിൽ ഇറങ്ങി ചിന്തിക്കുക, ഇറങ്ങി പ്രാർത്ഥിക്കുക. നിന്റെ മനുഷ്യ ബുദ്ധിക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും ദൈവത്തിൻ്റെ വാക്തത്വത്തെയും ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയും നീ ചിന്തിച്ച് അതിനെ ഒതുക്കി വയ്ക്കാതെ, അതിനെ നിസ്സാരവൽക്കരിക്കാതെ ആത്മമണ്ഡലത്തിനകത്തു നിന്ന് നിന്റെ ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് നിന്റെ ദൈവത്തിൻ്റെ അധികാരത്തെ, നിന്റെ ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ വാക്കിനകത്ത് അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്, അതിനകത്തൊരു മഹത്വമുണ്ട്. ദൈവം നിന്നോട് പറഞ്ഞത് നിവർത്തിക്കും. നിന്റെ ദൈവം ആരാണ്, നിന്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്താണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളായി മാറട്ടെ. ഒരു പുതിയ ഡിസിഷനോടുകൂടി ഒരു പുത്തൻ നിലവാരത്തിലേക്ക്, ക്ഷീണിച്ചും മടുത്തും കരഞ്ഞും നെടുവീർപ്പിട്ടും പിറുപിറുത്തും കുറ്റം പറഞ്ഞും തകർന്നും നിന്നെ തന്നെ പഴിച്ചുകൊണ്ട് നീ ഇരിക്കുന്ന അവസ്ഥയ്ക്കകത്തുനിന്ന് എഴുന്നേൽക്കുക. എഴുന്നേറ്റ് വിശ്വാസത്തോടെ ആത്മതലത്തിൽ കൽപ്പിക്ക്. വാക്തത്വം ചെയ്തവൻ അത് നിവർത്തിക്കും. കിടക്കുന്നെങ്കിലും ചുറ്റുമുള്ള മനുഷ്യന്റെ വാക്ക് കണ്ട് ഭയപ്പെട്ട് മാറിയിരിക്കാതെ, കരഞ്ഞുകൊണ്ടിരിക്കാതെ, നീ ഏതവസ്ഥയ്ക്കകത്ത് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, നിന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിലും, നിന്റെ മേൽ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ കുഞ്ഞെ, നീ ഉന്നത തലത്തിൽ ദൈവം നിന്നെ എത്തിക്കും. ദൈവം നിന്നെ മാനിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാ, അത് ദൈവിക വിശ്വസ്തതയാ. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ദൈവം മാനിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാ. കണ്ണുനീരിനെ കണ്ട് മറികടന്നു പോകത്തില്ല. വിശ്വാസത്തോടെ ചിലതിനെ നോക്കി അധികാരത്തോടെ കൽപ്പിക്കാൻ തയ്യാറാകുക. അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ വിടുതലുകൾ നടക്കും, അവിടെ ശത്രുവിൻ്റെ പദ്ധതികളും ശത്രുവിൻ്റെ നാവ് നിന്റെ മുമ്പിൽ അടയപ്പെടുവാനിടയായിത്തീരും. ഈ കേട്ട ദൈവിക ആലോചന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങൾക്കകത്തേക്കും ഒന്ന് പ്രാവർത്തികമാക്കുവാൻ, ഒന്ന് അപ്ലൈ ചെയ്യാൻ തയ്യാറാകുമ്പോൾ വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിനകത്ത് വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഈ നിമിഷം ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യട്ടെ.